ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ BJP നടത്തിയ സമാന്തര സ്വാതന്ത്ര്യദിനാഘോഷത്തിനെതിരെ പോലീസിൽ പരാതിയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. BJP നടപടി സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ അപമാനിക്കുന്നതാണെന്ന് മന്ത്രി OJ ജനീഷ്. വെല്ലുവിളിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. നാളെ അത്തം. ഓണലഹരിയിലേക്ക് നാടും നഗരവും. വിപണികളിൽ തിരക്കേറുന്നു. ഇരിഞ്ഞാലക്കുട ITU ബാങ്ക് നിക്ഷേപക കൂട്ടായ്മ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മാധ്യമപ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. ലക്ഷങ്ങളുടെ കടബാധ്യതയെന്ന് നടത്തിപ്പുകാർ. നഷ്ടം സഹിച്ച് ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനാവില്ലെന്ന് നഗരസഭയെ അറിയിച്ചു. സ്കൂളുകളിലെ ഓണാഘോഷ ദിവസമായ 21-ന് നടത്താനിരുന്ന 8ാം ക്ലാസ് പരീക്ഷ മാറ്റി. പരീക്ഷ ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 1-ന് നടത്തും. വാർത്തകൾ വിശദമായി. രാജ്യം മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തി. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സാമൂഹ്യ അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനം കേവലം ആഘോഷത്തിന്റെ ദിനമല്ല, മറിച്ച് അതൊരു ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണ്. ഏത് ഭീകരമായ അടിച്ചമർത്തലുകൾക്കും അടക്കി വെക്കാൻ കഴിയാത്ത പ്രതിരോധങ്ങൾ തീർത്ത് ഇന്ത്യയെ വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഉജ്ജ്വല സ്മരണകളാൽ അഭിമാനം തോന്നേണ്ട ദിനം കൂടിയാണ് ഇന്ന്. സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന ആത്മപരിശോധനയ്ക്കുള്ള സമയം കൂടിയാണ് ഇത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിർവചിക്കാൻ കഴിയില്ല. സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യമില്ലാതെ ഒരു രാഷ്ട്രത്തിനും നിലനിൽപ്പില്ല. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും സമ്പത്തിന്റെയും പേരിലുള്ള വിവേചനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിത്. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നാം ഏറ്റെടുക്കണം. സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. വിയൂർ SHO KM മഹേഷ് കുമാർ ആയിരുന്നു പരേഡ് കമാൻഡർ. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, MLA രാജൻ പല്ലൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, തൃശൂർ റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീൻ, ADM M സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ സായുധ സേനാ പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച സ്ഥാപനങ്ങൾക്കുള്ള റോളിംഗ് ട്രോഫി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും 24 കേരള ബറ്റാലിയൻ NCC തൃശൂരിനും മന്ത്രി സമ്മാനിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത്. പരേഡിൽ സർവീസ് പ്ലാറ്റൂൺ വിഭാഗത്തിൽ KP ബെന്നി നയിച്ച DHQ പ്ലാറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സീനിയർ NCC ബോയ്സ് പ്ലാറ്റൂൺ വിഭാഗത്തിൽ അളഗപ്പനഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിലെ ആബേൽ ജോജോ നയിച്ച 24ാം നമ്പർ NCC സീനിയർ ബോയ്സ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. സീനിയർ NCC ഗേൾസ് വിഭാഗത്തിൽ സെന്റ് തോമസ് കോളേജിലെ കൃപ പൗലോസ് നയിച്ച 23ാം നമ്പർ NCC പ്ലാറ്റൂൺ 1ാം സ്ഥാനം നേടി. ജൂനിയർ NCC വിഭാഗത്തിൽ സെന്റ് തോമസ് ഹൈസ്കൂളിലെ കേഡറ്റ് ഇഷാൻ കൃഷ്ണ നയിച്ച NCC പ്ലാറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമീപം സമാന്തര സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ച് BJP. തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിലാണ് സമാന്തര സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. വന്ദേമാതരം ആലപിച്ചായിരുന്നു ദേശീയ പതാക ഉയർത്തിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. സർക്കാർ പരിപാടിയിൽ നിന്ന് വന്ദേമാതരം ഒഴിവാക്കിയത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണെന്ന് അനീഷ് കുമാർ പറഞ്ഞു.
തീർച്ചയായിട്ടും വന്ദേമാതര ഗാനത്തോടും ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോടും പാർലമെൻറ്റിനോടുള്ള അനാദരവാണ് കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം ദിനത്തിൽ വന്ദേമാതര ഗാനത്തിൻ്റെ 150ാം വാർഷികം കൂടിയാണ്. അതുകൊണ്ട് ഈ വർഷം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതര ഗാനം പൂർണ്ണമായിട്ട് ആലപിക്കണമെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി തീരുമാനമെടുത്തൊരു കാര്യമാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് തീരുമാനിച്ച ഒരു കാര്യം അവിടെ ഒരു വിയോജിപ്പും കൂടാതെ അത് പാസ്സാക്കാൻ സഹകരിച്ച കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ, ഈ കേരളത്തിൽ മാത്രം വന്ദേമാതര ഗാനം പാടുന്നില്ല എന്നുള്ളത് തീർത്തും അനാദരവാണ്. വന്ദേമാതര ഗാനത്തോടുള്ള അനാദരവ് മാത്രമല്ല, നമ്മുടെ പാർലമെൻറ്റിനോടും നമ്മുടെ നിയമവ്യവസ്ഥയോടുമുള്ള അനാദരവും വെല്ലുവിളിയാണ് ഈ സംസ്ഥാന സർക്കാർ പുലർത്തിയിട്ടുള്ളത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ BJP നടത്തിയ സമാന്തര സ്വാതന്ത്ര്യദിനാഘോഷത്തിനെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ടൗൺ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. അനധികൃതമായാണ് BJP പരിപാടി നടത്തിയതെന്ന് ദേവസ്വം ബോർഡ് പരാതിയിൽ പറയുന്നു. രാഷ്ട്രീയ പരിപാടികൾക്ക് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം വേദിയാക്കരുത് എന്ന ഹൈക്കോടതി നിർദ്ദേശം ലംഘിക്കപ്പെട്ടതായും ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടി. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമാന്തരമായി BJP ദേശീയ പതാക ഉയർത്തിയതിനെ വിമർശിച്ച് മന്ത്രി OJ ജനീഷ്. BJPയുടെ നടപടി സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ അപമാനിക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. BJPക്ക് ഈ ദിനത്തിൽ പ്രത്യേകിച്ച് പങ്കില്ലാത്തതുകൊണ്ടാകാം പ്രതിഷേധ ദിനമായി അവർക്ക് തോന്നുന്നത്. വന്ദേമാതരം തെറ്റായി ചൊല്ലാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു. BJPക്ക് സ്വാഭാവികമായും ഈ ദിനത്തെ സംബന്ധിച്ച് വലിയ അധ്വാനത്തിന്റെ പങ്കില്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കാം അവർക്കിതൊരു പ്രതിഷേധ ദിനമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ വന്ദേമാതരം ആലപിക്കുന്നത് അവിടെ മുഴുവനായി ആലപിച്ചു, അതിൽ തെറ്റില്ല. പക്ഷേ അത് തെറ്റിക്കാതെ ആലപിക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ BJP ഇന്ന് നടത്തിയ സത്യത്തിൽ ഈ സ്വാതന്ത്ര്യദിനത്തെ അപമാനിക്കുന്നതിന് തുല്യമായൊരു പ്രവർത്തനമാണ്. അത് മോശമായിപ്പോയി. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടന്ന വേദിക്ക് സമാന്തരമായി BJP ദേശീയ പതാക ഉയർത്തിയത് അപലപനീയമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യദിനത്തെ തെരഞ്ഞെടുത്തത് ദുരുദ്ദേശപരമാണ്. ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ് നടപടി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം നടത്താൻ പാടില്ലാത്തിടത്താണ് BJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് BJP നടത്തിയത് എന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ITU ബാങ്ക് നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ശേഷമാണ് നിക്ഷേപക കൂട്ടായ്മ ദേശീയ പതാകകളുമായി നഗരസഭയിൽ നിവേദനം നൽകാൻ റാലിയായി എത്തിയത്. പാർക്കിന് സമീപം CIയുടെ നേതൃത്വത്തിൽ പോലീസ് റാലി തടഞ്ഞു. സ്ത്രീകളും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് റാലിയിൽ ഉണ്ടായിരുന്നത്. നിവേദനം നൽകി തിരികെ മടങ്ങിയ നിക്ഷേപകർക്ക് നേരെ നഗരസഭാ കവാടത്തിൽ നിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ കൂകി വിളിക്കുകയും പ്രകോപനപരമായി സംസാരിക്കുകയും ചെയ്തു. ഇത് പകർത്തിയ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റ ശ്രമം നടത്തിയത്. തുടർന്ന് പോലീസ് എത്തിയാണ് സംഘർഷം ഒഴിവാക്കിയത്. ഇടവേള. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi. Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ.
പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടലിന് കാരണം. വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ മുഖേനയാണ് ജനകീയ ഹോട്ടൽ സംസ്ഥാനത്ത് വ്യാപകമാക്കിയത്. തുടക്കത്തിൽ 20 രൂപയ്ക്കാണ് ഊണ് നൽകിയിരുന്നത്. ഒരു ഊണിന് 10 രൂപ സർക്കാർ സബ്സിഡിയും നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളാണ് കെട്ടിടം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത്. എന്നാൽ ഗുരുവായൂരിൽ ഇത് ബാധകമായിരുന്നില്ല എന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. 2023 ഓഗസ്റ്റ് മുതൽ ഊണിനുള്ള സർക്കാർ സബ്സിഡി ഒഴിവാക്കിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും നിരക്ക് 30 രൂപയായി ഉയർത്തി. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതായതോടെ സംസ്ഥാന വ്യാപകമായി ജനകീയ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. എന്നാൽ ഗുരുവായൂരിലെ ഹോട്ടൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 1 മാസത്തോളമായി ഇതും പ്രവർത്തിക്കുന്നില്ല. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ 30 രൂപയ്ക്ക് ഊണ് നൽകി ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ. പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ ഊണിന് 100 രൂപ വാങ്ങിക്കുമ്പോൾ ഇവിടെ 50 രൂപയെങ്കിലും ഈടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നഗരസഭ ഇക്കാര്യം അംഗീകരിക്കാതായതോടെയാണ് ഹോട്ടൽ പൂട്ടിയത്. ഹോട്ടൽ തുറക്കാതായതോടെ കഴിഞ്ഞ ദിവസം നഗരസഭ കുടുംബശ്രീ അംഗങ്ങളെ വിളിച്ചുവരുത്തി ചർച്ച നടത്തിയിരുന്നു. എന്ത് നഷ്ടം സഹിച്ചും ജനകീയ ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നഗരസഭ മുന്നോട്ട് വച്ചത്. കടബാധ്യത വർദ്ധിക്കുകയും ചെലവുകൾ നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിലാകുകയും ചെയ്തതോടെ ഇനിയൊരു പരീക്ഷണത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ. TCV ന്യൂസ്, ഗുരുവായൂർ. സ്കൂളുകളിലെ ഓണാഘോഷ ദിവസമായ 21-ന് നടത്താനിരുന്ന 8ാം ക്ലാസ് പരീക്ഷ മാറ്റി. പരീക്ഷ ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 1-ന് നടത്തും. പരീക്ഷ മാറ്റണമെന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ മാറ്റി ഉത്തരവിട്ടത്. നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ചാലക്കുടി. അഞ്ചു മരണം, നിരവധി വീടുകളുടെ തകർച്ച, കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന്റെ ഇരുണ്ട ദിനങ്ങളുടെ ഓർമ്മകൾ പങ്കിടുകയാണ് നാടും നഗരവും. ചാലക്കുടി പുഴയുടെ ഉത്ഭവ കേന്ദ്രങ്ങളായ എല്ലാ ഡാമുകളും നിറഞ്ഞു കവിഞ്ഞു. വനാന്തരത്തിലെ തമിഴ്നാട്ടിൽപ്പെട്ട ഡാമുകളുടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല. ഇതിനു പുറമെ 30ഓളം ഉരുൾപൊട്ടലുകളും നാടിന്റെ ഹൃദയം തകർത്തു. ചാലക്കുടിയുടെ 75% പ്രദേശവും പ്രളയം വിഴുങ്ങി. 2018 ഓഗസ്റ്റ് 15-ന് രാവിലെ മുതലായിരുന്നു പ്രകൃതി കലിതുള്ളിയത്. തോരാമഴയിൽ ചാലക്കുടി പുഴ തരകവിഞ്ഞു. പിറ്റേ ദിവസവും പേമാരി പെയ്തിറങ്ങി. മുക്കിലും മൂലയിലും തട്ടിക്കൂട്ടിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മലവെള്ളം ഇരച്ചെത്തി. രക്ഷാദൌത്യവുമായി മത്സ്യത്തൊഴിലാളികളും നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും രംഗത്തിറങ്ങി. ഓഗസ്റ്റ് 18-ന് പുലർച്ചെ വരെ ദുരിതപ്പെയ്ത്ത് തുടർന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ശ്മശാനങ്ങൾ തകർന്നതിനാൽ മാസങ്ങളോളം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ടായി. ഈ സ്വാതന്ത്ര്യദിനത്തിലാണ് 2018 വെള്ളത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം നടന്ന വലിയൊരു പാടാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഇപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റാത്തൊരു ഭീകരതയാണ് ഉണ്ടായത്. ഒന്നും കാണാൻ പറ്റാത്തൊരു തെങ്ങൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ 2ാം നിലയ്ക്ക് മുങ്ങി അത്രയധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. വലിയൊരു പാടമുണ്ടത്. ഇത് ഇവിടുന്ന് പൂങ്കുടിപ്പാടം അവിടെ നിന്ന് തിരിഞ്ഞു പോകും, ഇവിടുന്ന് ചൗക്ക അങ്ങനെ ഭാഗത്തേക്ക് വേറെ പാടം പോകും. ഇത് നടന്നാൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ
അത്രയധികം വെള്ളം വന്ന് സ്റ്റോർ ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടാണ് വെള്ളം മുങ്ങുക. അങ്ങനെ വെള്ളം മുങ്ങണമെങ്കിൽ എത്രമാത്രം വെള്ളമാണ് നമ്മുടെ അന്ന് ചാലക്കുടിക്ക് വന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 2019 പ്രളയ സമാനമായ അനുഭവമുണ്ടായി. പിന്നീട് ഒരു ഉൾക്കിടിലത്തോടെയാണ് ഓഗസ്റ്റ് മാസത്തെ ജനങ്ങൾ കണ്ടുവന്നത്. ഇക്കുറി കാലവർഷം ദുർബലമാണ്. എങ്കിലും കാറും കോളും നിറഞ്ഞ മനസ്സോടെയല്ലാതെ പിന്നിടുന്ന ദിനങ്ങളെ ചാലക്കുടിയിലെ ജനങ്ങൾക്ക് കാണാനാകില്ല. TCV ന്യൂസ്, ചാലക്കുടി. മുള്ളൂർക്കര വാഴക്കോട് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മുള്ളൂർക്കര വാഴക്കോട് വളവ് പ്രദേശത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനക്കൂട്ടം സമീപത്തെ വീട്ടുപറമ്പുകളിലെ നിരവധി വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു. ആനകളുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് ബഹളം വെച്ച് ആനകളെ തുരത്തുകയായിരുന്നു. ദേശീയപാത പുതുക്കാട് കുറുമാലി പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള നടപ്പാതയിൽ ഇടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. അപകടത്തെ തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനങ്ങൾ എതിർദിശയിലുള്ള പാതയിലൂടെ ഒറ്റവരിയായാണ് കടത്തിവിട്ടത്. ചരക്ക് നീക്കം ചെയ്ത ശേഷം ക്രെയിൻ എത്തിച്ചാണ് ലോറി മാറ്റിയത്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് SP സുധീരൻ അർഹനായി. സൗമ്യ കൊലക്കേസിലെ അന്വേഷണ മികവിന് മുഖ്യമന്ത്രിയുടെ മെറിറ്റോറിയൽ സർവീസ് എൻട്രിയും 60-ൽ പരം ഗുഡ് സർവീസ് എൻട്രികളും ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഹ്യൂമൻ ട്രാഫിക് കോഴ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഫ്രാൻസിൽ ട്രെയിനിംഗ് നടത്തിയിട്ടുമുണ്ട്. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായാണ് KK രാജുവിന് മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ലഭിച്ചത്. ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും വിമുക്തി കോർഡിനേറ്ററുമാണ് KK രാജു. കോവിഡ് കാലത്ത് സാനിറ്റൈസർ ക്ഷാമം രൂക്ഷമായപ്പോൾ ജില്ലയിൽ പോലീസ് എക്സൈസ് വകുപ്പുകൾ പിടികൂടിയ 4000 ലിറ്റർ സ്പിരിറ്റ് സാനിറ്റൈസറാക്കി സർക്കാർ ആശുപത്രികൾക്ക് നൽകി കളക്ടറുടെ പ്രത്യേക അനുമോദനം നേടിയ ആളാണ് രാജു. 2021 എക്സൈസ് വകുപ്പിലെ ഉയർന്ന ബഹുമതിയായ ബാഡ്ജ് ഓഫ് എക്സലൻസ് അംഗീകാരവും രാജുവിന് ലഭിച്ചിരുന്നു. 2018 ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ 9 ലക്ഷം രൂപ മുടക്കി വിമുക്തി വാർഡ് വിപുലീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് KK രാജുവായിരുന്നു. സ്കൂൾ, കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിമുക്തി ക്ലബ്ബ് രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള രാജു 1000-ൽ പരം ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചിട്ടുണ്ട്. ജില്ലയിലെ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് സ്വയം തൊഴിൽ പരിശീലനം, ലഹരി പ്രതിരോധം, കായിക ഉപകരണ കിറ്റുകളുടെ വിതരണം, കൗൺസിലിംഗ് എന്നിവയും നടത്തിവരുന്നു. ചിറ്റിശ്ശേരിയിലെ ലഹരി വിമുക്ത കൗൺസിലിംഗ് സെന്റർ ഉപദേശക സമിതി അംഗമായും കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു വരികയാണ്. TCV പുതുക്കാട്. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര ചിത്ര പ്രദർശനത്തിനും പുസ്തകോത്സവത്തിനും തൃശൂർ EMS സ്ക്വയറിൽ തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA, സംഘാടക സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ, DYFI ജില്ലാ സെക്രട്ടറി റോസൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശനം ഈ മാസം 22-ന് സമാപിക്കും. ജീവനും ജീവിതവും നൽകി തകർത്തെറിഞ്ഞ ഫിഡൽ കാസ്ട്രോയുടെ, ചേഗുവേരയുടെ അങ്ങനെ തുടങ്ങി നേതാവായിരുന്ന KVP DYFI റെപ്രസെന്റ് ചെയ്ത് ഞങ്ങളൊക്കെ സാധാരണ കാണാൻ പറ്റിയ അകത്ത് ഉദാഹരണത്തിന് സദ്ദാം ഹുസൈൻ ഇറാഖിൽ സദ്ദാം ഹുസൈനെതിരായിട്ട് പോരാടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ.
നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. ആര് ഭരിച്ചാലും ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള പ്രധാന പ്രതിപക്ഷമാകേണ്ടവരാണ് മാധ്യമങ്ങൾ എന്ന് ടെലിഗ്രാഫ് മുൻ പത്രാധിപർ R. രാജഗോപാൽ പറഞ്ഞു. സമകാലിക ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച സംവാദ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇക്കാലത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഭരിക്കുന്നവർക്ക് ഓശാന പാടുകയാണ്. ഗുരുതരമായ പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുമ്പോൾ ദേശീയ ഗാനമാണോ വന്ദേമാതരമാണോ പാടേണ്ടത് എന്ന വില കുറഞ്ഞ ചർച്ചകളാണ് രാജ്യത്ത് നടക്കുന്നത് എന്നും R. രാജഗോപാൽ പറഞ്ഞു. ദി ഹിന്ദു സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മിനി മുരിങ്ങാത്തേരി, ഡോക്ടർ VG ഗോപാലകൃഷ്ണൻ, KK അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N. പത്മനാഭൻ മോഡറേറ്ററായി. സെക്യുലർ ഫോറവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയും കോലഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒല്ലൂക്കര വിക്ടറി ITIയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ ദേശീയ പതാക ഉയർത്തി. പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ, ഷൈനി ഗണേഷ്, എടപ്പാൾ വിക്ടറി ITI പ്രിൻസിപ്പാൾ ഹരിത പ്രശാന്ത്, വൈസ് പ്രിൻസിപ്പാൾ A. സജീവൻ, അഡ്മിനിസ്ട്രേറ്റർ KG സുന്ദർരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി ഒല്ലൂക്കര മുതൽ മണ്ണുത്തി സെന്റർ വരെ ലഹരി വിരുദ്ധ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ബൈക്ക് റാലിയിൽ 50ഓളം പേർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പെരിഞ്ഞനം RMV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 24 KB NCC ബാൻഡ് ട്രൂപ്പ്. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, SPC, NCC എന്നീ വിങ്ങുകളുടെ പരേഡിനെയാണ് ഈ ബാൻഡ് ട്രൂപ്പ് നയിച്ചത്. ശ്രീഭദ്ര സുനിൽ നയിച്ച ബാൻഡ് ട്രൂപ്പിൽ 20 പേരാണ് പങ്കെടുത്തത്. തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് നടന്ന ഈ ഇൻഡിപെൻഡൻസ് ഡേ പരേഡിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. ഞങ്ങൾ 24 കേരള ബറ്റാലിയൻ NCCന്റെ കീഴിലുള്ള NCC കേഡറ്റ്സും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. 5 വർഷം അടുപ്പിച്ച് തൃശ്ശൂർ റൗണ്ടിൽ വന്ന് പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, അതേപോലെ തന്നെ റിസർവ് ബറ്റാലിയൻ തുടങ്ങിയ വിങ്ങുകളുടെ പരേഡിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ PTA, മാനേജ്മെൻറ്റ്, ഞങ്ങളുടെ സഹാധ്യാപകർ, രക്ഷിതാക്കൾ, അതിനേക്കാളും രക്ഷിതാക്കൾ എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. എന്നാലും അവർ NCC കേഡറ്റുകൾ എന്നുള്ള നിലക്ക് ഭംഗിയായി അവർ ചെയ്തിരുന്നു. കാരണം ഇത്രയും അധികം പ്ലാറ്റൂണുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പരേഡിനെ ഇവരെ തന്നെ ലീഡ് ചെയ്യണമായിരുന്നു. ട്രംപറ്റും യൂഫോണിയും അതേപോലെ തന്നെ സൈഡ്രം ഒക്കെ അവർ നല്ല രീതിയിൽ വായിച്ചു. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നാളെ അത്തം പിറക്കുന്നതോടെ മലയാളക്കര തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. The rich taste of Kerala Payasam,
now as creamy, indulgent ice cream. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. തൃശൂർ പഴയ നടക്കാവ് വടക്കേ ബ്രഹ്മസ്വമഠം തൃപ്പായ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൺവീനർമാരായ ജി അഭിലാഷ്, പങ്കജാക്ഷി, സുധാ സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണം വിപണിക്ക് തൃശൂരിൽ തുടക്കമായി. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ആദ്യ വിൽപ്പന നടത്തി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വില്ലി ജിജോ, കൺസ്യൂമർ ഫെഡ് ജോയിന്റ് രജിസ്ട്രാർ ശ്രീരാമചന്ദ്രൻ, തൃശൂർ റീജിയണൽ മാനേജർ VK സത്യൻ, മാർക്കറ്റിംഗ് മാനേജർ PR ദിനേഷ് കുമാർ, ഡയറക്ടർ CA ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. തൃശൂർ പേരാമംഗലത്ത് പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോം ഫർണിച്ചർ ഷോറൂമിൽ മെഗാ ഓണം ഡിസ്കൗണ്ട് സെയിൽ തുടരുന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെൻട്രൽ ജോയ്സ് റെസിഡൻസി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോമിലാണ് ഉപഭോക്താക്കൾക്കായി മെഗാ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓണം ഡിസ്കൗണ്ട് സെയിൽ ഒരുക്കിയിരിക്കുന്നത്. ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ തൃശൂർ ജനതയുടെ വിശ്വസ്തതയാർജിച്ച സ്ഥാപനമാണ് പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ്. ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ എല്ലാത്തരം ഫർണിച്ചർ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. തേക്ക്, അക്കേഷ്യ, മഹാഗണി, റബ്ബർ വുഡ് തുടങ്ങിയ മരങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ചെയ്തിട്ടുള്ള വിവിധയിനം ഫർണിച്ചറുകളുടെ വമ്പിച്ച ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ എന്നിവയും സ്റ്റീൽ അലമാരകൾ, ബെഡുകൾ, ഫൈബർ ചെയർ, ഓഫീസ് ചെയറുകൾ, ഓഫീസ് ടേബിളുകൾ, റബ്ബർ മാറ്റുകൾ, ഫ്ലോർ മാറ്റുകൾ, ഫ്ലവർ വെയ്സുകൾ, ഫോട്ടോസ് എന്നിവയുടെ ആകർഷകമായ കളക്ഷനുകളും പെർഫെക്റ്റ് ഹോമിന്റെ വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബെഡുകൾക്ക് 5% മുതൽ 50% വരെ ഡിസ്കൗണ്ടും 15,000 രൂപ മുതൽ സെറ്റുകളും ലഭ്യമാണ്. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കും. കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം പ്രോഡക്റ്റായ PVC കർട്ടനും സീബ്ര കർട്ടനും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9846415590, 8590664049, 8606139616. കുതിക്കുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ പുതുപുത്തൻ ഫീച്ചറുകളുമായി വിപണിയിലെത്തിയ കിയ സിറോസ് EVയുടെ ലോഞ്ചിംഗ് തൃശൂർ കുട്ടനെല്ലൂരിൽ നടന്നു. കിയയുടെ തൃശൂരിലെ അംഗീകൃത ഡീലറായ ഇഞ്ചിയോൺ കിയയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൽ നടന്ന ലോഞ്ചിംഗ് പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ നോയൽ റോയ്, സ്റ്റേറ്റ് ബാങ്ക് മാനേജർ അനൂപ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇഞ്ചിയോൺ AGM ഗിരീഷ്, ജീവനക്കാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മികച്ച റേഞ്ചുമായി വിപണിയിലെത്തിയ കിയയുടെ ചെറു ഇലക്ട്രിക് SUVയാണ് സിറോസ്. ഒറ്റത്തവണ ചാർജിൽ 526 കിലോമീറ്റർ സഞ്ചരിക്കാം. ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി അല്ലെങ്കിൽ പരിധിയില്ലാത്ത കിലോമീറ്റർ, 171 PS പവറുള്ള സെഗ്മെന്റിലെ ഏറ്റവും ശക്തമായ EV, പിൻസീറ്റ് സ്ലൈഡിംഗ്, ചാരിയിരിക്കുന്നതും പിൻസീറ്റ് വെന്റിലേഷൻ ഉള്ളതുമായ ഒരേയൊരു വാഹനമാണ് കിയ സിറോസ്. 100 കിലോവാട്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ 39 മിനിറ്റ് കൊണ്ട് 80% വരെ ചാർജ് ആവുന്ന ഈ സെഗ്മെന്റിലെ ഏറ്റവും വേഗതയേറിയ EV തുടങ്ങിയവയെല്ലാമാണ് കിയ സിറോസിന്റെ പ്രത്യേകതകൾ. 7 വേരിയന്റുകളിൽ ലഭ്യമായ വാഹനത്തിന്റെ വില 13.49 ലക്ഷം മുതൽ 19.99 ലക്ഷം രൂപ വരെയാണ്. വാഹനം ബുക്ക് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവിനുമായി ഇഞ്ചിയോൺ കിയ ഷോറൂമിന്റെ ശക്തൻ നഗറിലും മരത്താക്കരയിലുമുള്ള ഓഫീസുകൾ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8111879111. ഇനി സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ BJP നടത്തിയ സമാന്തര സ്വാതന്ത്ര്യദിനാഘോഷത്തിനെതിരെ പോലീസിൽ പരാതിയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. BJP നടപടി സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ അപമാനിക്കുന്നതാണെന്ന് മന്ത്രി OJ ജനീഷ്. വെല്ലുവിളിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. നാളെ അത്തം, ഓണലഹരിയിലേക്ക് നാടും നഗരവും, വിപണികളിൽ തിരക്കേറുന്നു. ഇരിഞ്ഞാലക്കുട ITU ബാങ്ക് നിക്ഷേപക കൂട്ടായ്മ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മാധ്യമപ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. ലക്ഷങ്ങളുടെ കടബാധ്യതയെന്ന് നടത്തിപ്പുകാർ. നഷ്ടം സഹിച്ച് ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനാകില്ലെന്ന് നഗരസഭയെ അറിയിച്ചു. സ്കൂളുകളിലെ ഓണാഘോഷ ദിവസമായ 21-ന് നടത്താനിരുന്ന 8ാം ക്ലാസ് പരീക്ഷ മാറ്റി. പരീക്ഷ ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 1-ന് നടത്തും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.